ഹലോ, അസ്സലാമു അലൈക്കും. ഫിഖിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. അപ്പോൾ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹാഫിളത്തു അലാ സലവാതി. അർത്ഥം വരുന്നത് നമസ്കാരങ്ങളെ കൃത്യമായി പാലിക്കൽ. യജീബു അദാഉ സലാത്തി ഫി വഖ്തിഹൽ മുഹദ്ദദി. അർത്ഥം വരുന്നത് നിസ്കാരം നിശ്ചിത സമയത്ത് നിർവഹിക്കണം. സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹി ഖാല സലാത്തു അലാ വഖ്തിഹ. അർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് നിസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. ഇദാ ഫാത്തിയത്തിസ് സ്വലാത്ത് ബിഉദ്രിൻ കന്നൗമി വനിസിയാനി ഫയജിബു ഖളാഉ വനുദബുൽ മുബാദറത്തു ബിഹി. അർത്ഥം വരുന്നത് ഉറക്കം അല്ലെങ്കിൽ മറവി പോലുള്ള കാരണങ്ങൾ നിസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് നിർവഹിക്കണം. അത് പെട്ടെന്ന് ഖളാ വീട്ടൽ സുന്നത്തുമാണ്. ഇദാ ഫാത്തിയത്തിസ് സ്വലാത്ത് ബിഗൈരി ഉദ്രിൻ ഫയൽസമു അലൈഹി ഖളാഉ ഫൗറൻ വസർഫു ജമീഇ ഔഖാതിഹി ലിഖളാഇ ഇല്ലാ മാ ബുദ്ദ മിൻഹു. ഇതിൻ്റെ അർത്ഥം വരുന്നത് കാരണമില്ലാതെ നമസ്കാരം ഒഴിവാക്കിയാൽ ഉടനെ അത് നിറവേറ്റണം. യക്ഫുറു ജാഹിദു വജുബിഹ. ഇതിൻ്റെ അർത്ഥം വരുന്നത് നമസ്കാരത്തിൻ്റെ നിർബന്ധം നിഷേധിക്കുന്നവൻ കാഫിർ ആകുന്നു. ഇത്രയേ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി പാർട്ട് 3 വേണമെങ്കിൽ കമൻറ്റിൽ പാർട്ട് 3 എന്ന് അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.